ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ് വരെ ടീച്ചർ തന്നിട്ടുള്ള വാക്കുകൾ പറഞ്ഞും എഴുതിയും ഒക്കെ പഠിച്ചോ? ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്നത് കൃത്യമായി പഠിച്ചു പോയാൽ മാത്രമാണ് പിന്നെ വരുന്ന ക്ലാസ്സുകളിലുള്ളതൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്താണ്? കഴിഞ്ഞത് പഠിക്കാത്തത് കൊണ്ട് ഈ തവണയുള്ളതിൽ നമുക്ക് മനസ്സ് ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് പഠിച്ച് മനസ്സിൽ തറയാക്കി പോകണം. അപ്പോഴാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. ഓരോ ക്ലാസ്സിലും കുറച്ച് കൂടുതലായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. വാക്കുകളാണെങ്കിലും അക്ഷരങ്ങളാണെങ്കിലും ചിഹ്നങ്ങളാണെങ്കിലും കൂട്ടിച്ചേർക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് പഠിച്ചാലോ? ഇന്ന് വാക്കുകളിലേക്ക് പോകാം. ആ, ത, ര. ഇതേതാണ്? ഇ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. ഇതെന്താണ്? ന. ഇത്രയും അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് വാക്കുകൾ നിർമ്മിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ അക്ഷരം എടുക്കാം. ഇതേത് സ്വരാക്ഷരാണ്? ആ. ആ. അടുത്തത് ഇതേതാണ്? ഇതേത് അക്ഷരാണിത്? പറ. ര അല്ലേ? ആ, ര. അപ്പൊ ആ നമ്മൾ എഴുതി, ര നമ്മൾ എഴുതി. അടുത്തത് രീ. എന്താണ്? ഈ ചിഹ്നം വരുമ്പോ രീ. അപ്പൊ ഒരുമിച്ച് പറയുമ്പോ അരി. എന്താണ് അരി? എന്താണ് അരി? ആ, ര, ഇ. ര, ഇ. എന്താണ്? രി. ആ, രി. കൂട്ടി വായിക്കുമ്പോ അരി. അരി എന്താ? നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലേ? അരി കഴുകി വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെച്ച് വേവിക്കും. അതെന്താകും? ചോറായിട്ട് മാറും. ആ ചോറാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ചോറ് അരി ചൂടാക്കിയിട്ട്, അരി വേവിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇതെന്താണ്? ആ, ര, ഇ. അരി. പഠിച്ചില്ലേ? ആ, ര. നമ്മൾ പിന്നെ ഈ ചിഹ്നം കൂടെ എടുത്തു. എന്താണ്? ഈയുടെ ചിഹ്നം കൂടെ എടുത്തു. മനസ്സിലായോ? കിട്ടിയോ? അരി. അടുത്തത് അടുത്ത അക്ഷരം നമുക്ക് എടുക്കാം. ത. ഏതാണ്? ത. തായ് എടുത്തു. എന്താണ്? തായ് എന്ന അക്ഷരം എടുത്തു. അടുത്തത് ര എന്ന അക്ഷരം എടുത്തു. മനസ്സിലായോ? ത, ര. ത, ര. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചിഹ്നം ചേർക്കാൻ പോവാണ്. എന്തായി? ഇതെന്തായി? ര, ഇ. അപ്പൊ എന്തായി? രി. ഓക്കെ. അപ്പോ തരി. എന്തായി? തരി. എന്താണ് തരി? പൊടി അല്ലേ? പൊടിയുടെ ചെറിയൊരു നുള്ള്, അതാണ് തരി അല്ലേ? നമ്മുടെ കാലിലൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തട്ടും അല്ലെ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആയിട്ട് നമ്മൾ തട്ടിക്കളയും അല്ലേ? പൊടി, തരി എന്നൊക്കെ തട്ടിക്കളയും. തരി. എന്താണ്? ത, ര, ഈയുടെ ചിഹ്നം രി. കൂട്ടി വായിക്കുമ്പോ തരി. ത നമ്മൾ എഴുതി. ര, ഈയുടെ ചിഹ്നം രി. കൂട്ടി വായിക്കുമ്പോ തരി. ഓക്കെ,
ഇനി അടുത്തത് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത വാക്ക് ന. ഈ അക്ഷരം നമ്മൾ എടുക്കുകയാണ്. ന. ഓക്കെ, ന എടുത്തു. ഈയുടെ ചിഹ്നം നമ്മൾ ഉപയോഗിച്ചു. ഇപ്പൊ ഇതെന്തായി? നീ. നീ അല്ലേ? നീ. ന, ഈയുടെ ചിഹ്നം നീ. ഓക്കെ ആയല്ലോ? വീണ്ടും ഈ അക്ഷരം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇതെന്തായി? ര. ര. ഏതാണ്? ര. കൂട്ടി വായിക്കുമ്പോ ന, ഇ, നീ, ര. എന്താണ്? നിര. നിര. നിര എന്ന് പറഞ്ഞാൽ എന്താ? നിരന്ന് നിരന്ന് പോവുക. ഉറുമ്പുകളൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടോ? എറുമ്പുകളൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടോ? നിരന്ന് നിരന്ന് നിരന്നല്ലേ? ഒരു എറുമ്പ് ഇവിടെ, അടുത്ത എറുമ്പ് ബാക്കില്, വീണ്ടും അടുത്ത എറുമ്പ് ബാക്കില്, അടുത്ത എറുമ്പ് ബാക്കില്, അല്ലേ? അവരാരും എന്താണ് ക്യൂന്ന് മാറിപ്പോണില്ല അല്ലേ? ഇങ്ങനെ ഓർഡർ ആയിട്ടാണ് ഓരോ എറുമ്പും ഇങ്ങനെ പോകുന്നത് അല്ലേ? അതാണ് നിരന്ന് 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 നല്ല ഭംഗിയായിട്ട് അടുക്കും ചിട്ടയോടും കൂടെ പോവുക. അതാണ് നിര. നിരയായി പോവുക. നല്ല നിരന്ന് നിരന്ന് ഓർഡർ അനുസരിച്ച് അല്ലെ, ക്രമം അനുസരിച്ച് നിരന്ന് നിരന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുക. അതാണ് നിര എന്ന് പറഞ്ഞ. ടീച്ചർ 3 വാക്കുകളാണ് ഇന്ന് ക്ലാസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു വാക്കും കൂടെ നമുക്ക് പഠിക്കാം. ഒരു വാക്കും കൂടെ പഠിച്ചാലോ? എളുപ്പമാണ്. അയ്യോ ടീച്ചറെ 4 വാക്കൊക്കെ എനിക്ക് പറ്റുമെന്ന് ചിന്തിക്കണ്ട. എളുപ്പമായതുകൊണ്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. നോക്കിക്കോളൂ കേട്ടാ. ഇതേതാണ് അക്ഷരം? ഇതേതാണ് അക്ഷരം? ത. ഇത് തായുടെ കൂടെ ഈയുടെ ചിഹ്നം വരുമ്പോ തീ. എന്താണ്? തീ. ഓക്കെ, അടുത്തത് ഈ അക്ഷരം. ഇതേതാണ്? ര. ത, ഇ, തി, ര. കൂട്ടി വായിക്കുമ്പോ തിര. എന്താണ്? തിര. പറഞ്ഞേ. തിര. എന്താണ് തിര? തിര എന്ന് പറഞ്ഞ എന്താ? തിര വന്നു എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് തിര? ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ടീച്ചർ ഇവിടെ എഴുതിയിട്ടില്ല അക്ഷരം. ടീച്ചർ ഒന്ന് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചിഹ്നം ഒപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഈ അക്ഷരം എഴുതട്ടെ. തിര കംപ്ലീറ്റ് ആയിട്ട് പറയണമെന്ന് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കുക. താ എടുക്കുകയാണ്. തീ, ര, മ എഴുതിയില്ല, എഴുതാം. ഇവിടെ മ. ഓക്കെ, മ, ആ, മാ. ഇതേതാണ്? ല. ഇതേതാണ് അക്ഷരം? ല. അല്ലേ? അപ്പൊ ഇത് ഒരുമിച്ച് വരുമ്പോ എന്തായി മാറും? എന്തായി മാറും? ഒന്ന് പറഞ്ഞേ. എന്താ പറയാ? ഒരുമിച്ച് വായിക്കുമ്പോ എങ്ങനെയാ പറയാ? പേടിയാവുന്നുണ്ടോ? അത്രയും ലെങ്തില് അല്ലേ? അത്രയും വലിയ വാക്ക് വന്നപ്പോ പേടിയായോ? എന്തിനാ പേടിക്കണം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാ. ഇത് ത, ഇ, തി, ര. നിങ്ങൾക്കത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇതും കൂടെ ആഡ് ചെയ്തത്. അടുത്തൊരു വാക്കും കൂടെ ടീച്ചർ ആഡ് ചെയ്തത്. തി, ര,
തിര. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. എന്താണ്? ആ, ഇവിടെ അർത്ഥം വേറെയാണ്, പക്ഷെ പഠിച്ചതാണ്. ഈ അക്ഷരം നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഈ വാക്ക് നമ്മൾ പഠിച്ചതാണ് അല്ലേ. നോക്കിയേ, എന്താണ്? മാല. മാല. കഴുത്തിലണിയുന്ന ആഭരണമാണ് മാല. അത് അവിടെ പഠിച്ചത്. മാല എന്ന് പറയുമ്പോ മാത്രാണ് കഴുത്തിലണിയുന്നത് ആകുന്നുള്ളൂ. മനസ്സിലായോ? കഴുത്തിലണിയുന്നത് മാല മാത്രമാണ്. മനസ്സിലായോ? ഇതാണ് കഴുത്തിലണിയുന്ന ആഭരണം. ഇവിടെ വരുമ്പോ നോക്കിയേ, ഇത് ഒരുമിച്ചാണ് പറയുന്നത്. തിരമാല. ഒരുമിച്ച് പറയുമ്പോ തിരമാല. എന്താണ് തിരമാല? എന്താണ്? വേവ്സ്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കടലിന്റെ അടുത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോ, ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ പേരൻസിന്റെ ഒക്കെ ഒപ്പം? ബീച്ചിൽ പോയിട്ടുണ്ടോ പേരൻസിന്റെ കൂടെ? അവിടെ ഇങ്ങനെ വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ വെള്ളം വരണേ? കടലിൽ എങ്ങനെയാ വെള്ളം നമ്മുടെ അടുത്തേക്ക് വരണേ? അല്ലേ? ഇങ്ങനെ വേവ്സ് ആയിട്ട് അല്ലേ? അല്ലേ? ഒരു തിരമാല വരും, അത് പോകും, അടുത്തത് വരുന്നു അല്ലേ? അങ്ങനെ ഇങ്ങനെ വേവ്സ്. അതിനാണ് തിരമാല എന്ന് പറയുന്നത് അല്ലേ? വലിയ അലയടിയോട് കൂടി നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു അല്ലെ? വലിയതായിട്ട് വരും അല്ലെ? അതാണ് തിരമാല. ഒന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്ക്? ഒന്നും കൂടി ടീച്ചർ ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പൊ കിട്ടും. ഇതെന്താണ്? തി ര മാ ല. കൂട്ടി വായിക്കുമ്പോ തിരമാല. എന്താണ്? തിരമാല. കിട്ടിയോ? തിരമാല. തിരമാല. മനസ്സിലായോ? ഓക്കെ ആയോ? അപ്പോ ഇത്രയും അക്ഷരങ്ങളും ഇത്രയും വാക്കുകളുമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. ടീച്ചർ എപ്പോഴും പറയണോ, ഓരോ ക്ലാസ് വരുമ്പോഴും ഓരോന്ന് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഉള്ള ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിരുത്തി തന്നെ പഠിക്കണം. എന്നാലാണ് വലിയ വലിയ വാക്കുകൾ നമുക്ക് വായിക്കാനും പറയാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം.